അടുത്ത കണ്ടസ്റ്റന്റ് ബിന്ദു അശോക്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ? ഞാനിപ്പോൾ തൃശങ്കു സ്വർഗത്തിലാ കിഷോറെ. അതെന്താ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഇടതുവശത്തു കൂടെ പോകാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അത് ശരിയായില്ല. ഏത് പാർട്ടിയാണോ ജയിക്കുക അവിടെ. അച്ഛൻ വലതുവശത്തേക്ക് പോയില്ലേ? എന്താണ് അച്ഛൻ്റെ കൂടെ ഇത്രയും കാലം നിന്നിട്ട് ഇപ്പോൾ അച്ഛൻ പോയപ്പോൾ അച്ഛൻ്റെ കൂടെ പോകാഞ്ഞത്? തറവാട്ടിലേക്ക് പോവില്ല പറഞ്ഞിട്ട് അച്ഛൻ പോയി പറ്റിച്ചു. എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പോവില്ല. അതാണ് എന്താണ് അച്ഛൻ്റെ കൂടെ പോവാത്തത്? വെറുതെ കലഹം ഉണ്ടാക്കണം. പെങ്ങളുമായിട്ടോ അതോ അച്ഛനുമായിട്ടോ? പാവ വയസ്സായില്ലേ, വിട്ടൂടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീരാ വീരാ പ്രസിഡന്റ്, വീരാ വീരാ പ്രസിഡന്റ്, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, വീരാ വീരാ പ്രസിഡന്റ്, വീരാ വീരാ പ്രസിഡന്റ്, ധീരതയോടെ നയിച്ചോളൂ. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്ന് വരണ വഴിയാ. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു പവർ കിട്ടി. പാകം മൊത്തം ഒരു പവറാ. ഞാനും അച്ഛനും കൂടെ തറവാട്ടിൽ ഒരുമിച്ചാ പോയത്, നിങ്ങൾക്കറിയാലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോയി. തിരിച്ച് പോയില്ല പറഞ്ഞിട്ടും അച്ഛൻ അവിടേക്ക് തന്നെ പോയി എന്നെ പറ്റിച്ചു. ഇനി ഞാൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോവില്ല. കുട്ടനാട്ടിലെ നെല്ലാണ് സത്യം. നമസ്കാരം. നമസ്കാരം. മുരളിയേട്ട, നമ്മളെ കുറേ കാലം ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലായിരുന്നു, ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത് കുറേ കാലം. ശരിക്കും മുരളിയേട്ടന് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിയോജക മണ്ഡലം ഏതാണ്? അത് എൻ്റെ മണ്ഡലം തന്നെയാണ്. അതേതാണ് മുരളിയേട്ട? അല്ല, ഞാൻ ചോദിക്കുന്നത് കോഴിക്കോടാണല്ലോ അങ്ങ് കുറേ കാലം നിന്നത്. അത് കോഴിക്കോടാണോ അതോ? കോഴിക്കോട്. ശരി, താങ്ക് യു മുരളിയേട്ട. അടുത്ത കണ്ടസ്റ്റന്റ് ബിനു ഹരി. നമസ്കാരം. നമസ്കാരം. ഒരു കുറച്ചു കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് മാറിയപ്പോൾ എന്താ തോന്നി? പ്രതിപക്ഷ നേതാവായി മാറിയപ്പോൾ ഞങ്ങൾക്ക് പേടിക്കാനൊന്നും ഇപ്പം ഇല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരും, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതെങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഭരണവും ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞതാ. ഞങ്ങളെക്കാൾ അഴിമതി നിറഞ്ഞതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ഭരണം. താങ്ക് യു. നമസ്കാരം. ഞങ്ങളുടെ ഭരണകാലത്തെ കേരളത്തിൻ്റെ അവസ്ഥയും ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിൽ കേരളം അതിവേഗം ബഹുദൂരം വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുകയും, എന്നാൽ ഭരണചക്രം ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലെത്തിയപ്പോൾ കേരളം അതിവേഗം ബഹുദൂരം വികസനത്തിൻ്റെ പാതയിൽ പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിവേഗം കുതിച്ചുയരുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണ ജനജീവിതത്തെ താറുമാറാക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസ്സുകാർക്ക് മാത്രമാണെന്ന് വരുത്തി തീർക്കുവാനും അതിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി മാത്രമാണ് കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്ത ഹർത്താൽ നമ്മൾ ഇരയാവേണ്ടി വന്നത്. ഇങ്ങനെ പോയാൽ ഇടതുപക്ഷം തന്നെ ഭരണം തുടരുകയാണെങ്കിൽ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഹർത്താൽ എന്ന രീതിയിൽ ആഴ്ചയിൽ 7 ദിവസം എന്നുള്ളത് 8 ദിവസമായേക്കുമെന്ന് മാത്രമാണ് ഇവരുടെ ഭരണം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏക മാറ്റം. ഈ സാഹചര്യത്തിൽ
പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ ഈ ഗവൺമെന്റിനോട് വ്യക്തമാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരുടെ പേരും പറഞ്ഞ് അധികാരത്തിലേറിയ നിങ്ങൾ സാധാരണക്കാരുടെ നേരെ മുഖം തിരിക്കുന്നതെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ചാണ്ടി ചേട്ടാ നമസ്കാരം. നമസ്കാരം. സത്യം പറഞ്ഞ എത്ര വയസ്സായി? ഹൈക്കമാൻഡിന് പറയാതെ എനിക്കെന്റെ പ്രായം പോലും പറയാൻ പറ്റത്തില്ല. ചാണ്ടി സാർ ഒരു ചോദ്യം. ചാണ്ടി സാർ അടുത്ത പ്രാവശ്യമെങ്കിലും ഒന്ന് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നൊന്ന് മാറിക്കൊടുക്കുമോ? ഇല്ല, പറ്റത്തില്ല. എന്റെ നിയോജക മണ്ഡലം പുതുപ്പള്ളിയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ജയിക്കും, യാതൊരു തർക്കവുമില്ല. താങ്ക് യു.